നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ കുരിച്ച്. കുറച്ചായിട്ട് ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ വശീകരണത്തെക്കുറിച്ച് ചെറിയൊരു ക്ലാസ് തരാമെന്ന് വിചാരിക്കുന്നു. എന്താണ് വശീകരണം? കൂടോത്രത്തിലെ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നറിയപ്പെടുന്ന മഹത്തായ ഒരു ശാസ്ത്രത്തിലെ 6 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് വശീകരണം അല്ലെങ്കിൽ വശ്യം എന്നറിയപ്പെടുന്നത്. വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വശീകരണം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങൾ എൻ്റെ അടുത്ത് വശീകരണം ചെയ്തിട്ടുണ്ട്. നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ മൂർത്തിയുടെ അനുഗ്രഹത്താലും ഞാൻ ഉപാസിക്കുന്ന മൂർത്തികളുടെ ഈശ്വരാനുഗ്രഹത്താൽ അതെല്ലാം തന്നെ സക്സസ് ആയിട്ടുണ്ട്. 99.5% വരെ എനിക്ക് ചിലപ്പോൾ വിജയശതമാനം ഉണ്ടായിട്ടുണ്ട്. വശീകരണത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. നിസ്സാര കാരണങ്ങൾ കൊണ്ട് പിണങ്ങിപ്പിരിയുന്ന, പിന്നീട് അവർക്ക് പരസ്പരം അവരുടെ ഈഗോ മൂലം ഒന്നിക്കാൻ കഴിയാതെ വരുന്ന അവസരങ്ങൾ, ചിലർക്ക് അത് അപ്പോടെ വൈരാഗ്യമായി മാറിപ്പോയി പങ്കാളിയുമായിട്ട് അല്ലെങ്കിൽ സ്നേഹിച്ച ആളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഈഗോ കാരണമൊക്കെയോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ മൂലമോ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ ചെയ്യുന്ന ചില കൂടോത്രങ്ങൾ കൊണ്ട്, നെഗറ്റീവ് എനർജികൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ചെയ്യുന്ന നെഗറ്റീവ് എനർജികൾ കൊണ്ട് പലതും അങ്ങനെ സംഭവിക്കാറുണ്ട്. അത്തരം ആൾക്കാരെയൊക്കെ ആ സ്നേഹിക്കുന്ന മനസ്സുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മഹത്തായ ഒരു ശാസ്ത്രം തന്നെയാണ് വശീകരണം എന്നറിയപ്പെടുന്ന വശ്യം എന്ന പൂജ. വശീകരണ പൂജ നിരവധി വിഭാഗത്തിലുണ്ട്. മോഹിനി വശീകരണ പൂജ, രാജഗോപാല വശീകരണ പൂജ, രാജസൂയ വശീകരണം, അശ്വാരൂഢ വശീകരണം, സർവമോഹിനി വശീകരണം, ഇങ്ങനെയുള്ള നിരവധി പൂജകളും കർമ്മങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അകന്നുപോയ പങ്കാളി 99.5% തിരിച്ചു വരാറുണ്ട്. അങ്ങനെ എത്രയോ വിവാഹങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹിച്ച് വ്യക്തികൾ അകന്നു പോയാൽ ഉള്ള വേദനയും ദുഃഖവും ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ, ആ ദുഃഖങ്ങൾ പങ്കുവെക്കാതെ അവിടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം പരിശ്രമിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പിന്മാറാൻ പാടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ അത്തരം ഒട്ടനവധി വശീകരണ പൂജകൾ ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലവ് വിഷയമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇതിനടിയിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം, കാര്യങ്ങൾ സംസാരിക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വശീകരണ ശാസ്ത്രത്തിനോട് ജ്യോതിഷത്തിൽ അതിൻ്റേതായ പ്രാധാന്യം വളരെയധികം ഉണ്ട്. കാരണം വശീകരണമാണ് ഈ ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അകന്നുപോയ മനസ്സുകളെ വീണ്ടും ഒന്നിപ്പിക്കാൻ കഴിയുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സ്നേഹിച്ച ഒരാൾ അകന്നു കഴിഞ്ഞാലുള്ള വിഷമമൊക്കെ നമുക്കറിയാം. അത് എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് അത് പരസ്പരം സ്നേഹിച്ച വ്യക്തികൾക്കേ അറിയുള്ളൂ. ഇപ്പോൾ തന്നെ 8 വർഷം പ്രണയിച്ച ഒരു വ്യക്തി, അത് പെട്ടെന്ന് അവർ തമ്മിൽ തെറ്റി പെൺകുട്ടി അകന്നു പോയി. പക്ഷെ അതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടിയെ വേറൊരാൾക്ക് ഇഷ്ടമായിരുന്നു. ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി അയാൾ കുറച്ച് ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട്
കണ്ടു. അങ്ങനെയാണ് ആ വ്യക്തി അകന്നു പോകാനുള്ള കാരണം. അത് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ നെഗറ്റീവ് എനർജിയെ മാറ്റിയപ്പോൾ വീണ്ടും പഴയതിനേക്കാൾ തീവ്രമായി അവർ പ്രണയിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പങ്കാളി അകന്നുപോയി, അല്ലെങ്കിൽ പ്രണയിനി അല്ലെങ്കിൽ കാമുകൻ അകന്നുപോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി വേണ്ട കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. നിശ്ചയമായും പരിഹാരക്രമങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.